ഈ പ്രാവശ്യത്തെ ശിവഗിരി തീർത്ഥാടനത്തിന്റെ വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി 30-ാം തീയതി രാവിലെ 10 മണിക്ക് തീർത്ഥാടകർ ഔപചാരികമായി പ്രഖ്യാപിച്ചു. 5 പേരിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനം ഇപ്പോൾ അനവധി ലക്ഷങ്ങളായി മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് 3 ദിവസം എന്ന പതിവ് ഒന്ന് തിരുത്തിക്കൊണ്ട് 20 ദിവസങ്ങളായി തീർത്ഥാടന കാലം പ്രഖ്യാപനം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ തീർത്ഥാടകർ ശിവഗിരിയിൽ വന്നു തുടങ്ങി. ഡിസംബർ മാസം 15-ാം തീയതി രാവിലെ മഹാസമാധിയും ശാരദാമൂർത്തിന്റെ വിശേഷ ആരാധന നടത്തിയിട്ടുണ്ട്. തീർത്ഥാടന കാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ധർമ്മസംഘം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവர்களാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ധർമ്മസംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ശുഭാകാരൻ സ്വാമി, തീർത്ഥാടന സെക്രട്ടറി റംജാൻ സ്വാമി, ധർമ്മസംഘത്തിന്റെ ട്രഷറർ ശാരദാൻ സ്വാമി തുടങ്ങിയ വ്യക്തിത്വങ്ങൾ കുമാരനാഥൻ സാറിന്റെ ദേഹവിയോഗത്തിന്റെ ശതാബ്ദിയാണ്. 17, 18, 19 ഗുരുദേവ കൃതികളെ ആസ്പദമാക്കിയുള്ള സംഭാഷണങ്ങളാണ്. 20, 21 കൃതികളായി 21, 22 ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള 2 സംഗമങ്ങൾ നടത്തുകയാണ്. ഒന്ന് ശ്രീനാരായണ പ്രസ്ഥാന സംഘം, മറ്റൊന്ന് ശ്രീനാരായണീയ സമൂഹ സംഘം. ഇന്ത്യയുടെ നാനാഭാഗത്തും കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും നിരവധി ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ വളരെ സ്വതന്ത്രമായി നിന്ന് പ്രവർത്തിക്കുന്നു. ഈ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ ശിവഗിരി മഠവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്